ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഒരു ഹെർബൽ ടീയുടെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. അതിനു വേണ്ടി ആദ്യമായി ചേർക്കേണ്ടത് തുളസി ഇല, ഇഞ്ചി ചതച്ചത്, കിസ്മിസ്, കറുത്ത മുന്തിരിങ്ങ, ക്രാമ്പ്, അയമോദകം, കുരുമുളക്, നല്ല ജീരകം തോരനിലൊക്കെ ഇടുന്നത്, ഇഞ്ചി, കരിപ്പെട്ടി, പട്ട, കരിഞ്ജീരകം, ഏലക്ക, ഇത്രയുമാണ് വേണ്ടത്. ഇതെല്ലാം ഒന്ന് ചതച്ചെടുത്ത് അതിലോരോന്നോരോന്നായിട്ട് ചേർക്കണം. ആദ്യം 4 കപ്പ് വെള്ളം എടുത്ത് ഒന്ന് തിളപ്പിക്കാൻ വെക്കുക. ഇട്ട് കൊടുക്കാം. ഉവപ്പട്ട ഇട്ട് കൊടുക്കുക. അതിൻ്റെ കളറ് മൊത്തം ഇറങ്ങണം. അതിന് ശേഷം കരിഞ്ജീരകം ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കണം. നല്ല ജീരകം, അയമോദകം, ഏലക്കയും ഗ്രാമ്പുവും കുരുമുളകും ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇടണം. തുളസിയും ക്രഷ് ചെയ്തതാണ് ഇനി ഇട്ട് കൊടുക്കുന്നത്. അതിന് ശേഷം തുളസി ഇല നല്ലവണ്ണം കൈ കൊണ്ട് ഒന്ന് ഇതാക്കിയിട്ട് ഇട്ട് കൊടുക്കണം. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ, ചെറിയൊരു ടീസ്പൂണിൽ മഞ്ഞൾപ്പൊടി. ഇത്രയും ഇട്ടതിന് ശേഷം നല്ലവണ്ണം വെട്ടി തിളപ്പിക്കണം. ഈ ഉണക്കമുന്തിരിയും കരിപ്പട്ടിയും ഇട്ട് കൊടുക്കാം. തീ കുറച്ച് വെച്ച് നല്ലവണ്ണം തിളപ്പിക്കണം. ആ കറുവപ്പട്ടയുടെ എല്ലാം സത്തുകളെല്ലാം നല്ല ഇറങ്ങി വരണ വരെയും നല്ലപോലെ തിളപ്പിക്കണം. അപ്പോൾ നമ്മുടെ തേയില, ഏത് തേയിലയായാലും അതൊരു നുള്ള് ഇട്ട് കൊടുക്കാം. സഹായിക്കുന്നതുമായ ഹെൽത്ത് ഡ്രിങ്കാണിത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് ഇതൊരു ഗ്ലാസ് കുടിക്കുകയാണെങ്കിൽ വയറിന് നല്ല സുഖം കിട്ടും. കൊഴുപ്പുകളെല്ലാം അടിഞ്ഞു പോകാൻ നല്ല കറുവപ്പട്ട വളരെ അധികം വെയിറ്റ് ലോസിന് ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ്. ഇനി നമ്മുടെ നല്ല തിളച്ച് വന്ന് വെയിറ്റ് ലോസ് ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിൽ അരിച്ച് മാറ്റാം. ഇത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് അരിച്ച് മാറ്റാവുന്നതാണ്. ഇതെല്ലാവരും ഉണ്ടാക്കി കുടിക്കണം. വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹെർബൽ ടീ ആണിത്. 4 ഗ്ലാസ്സാണ്. ഇത് 4 നേരം ഇതെല്ലാവരും ആഹാരത്തിന് മുമ്പായിട്ട്, ഊണിന് മുമ്പ്, ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ്, ഡിന്നറിന് മുമ്പ് എല്ലാം രാത്രി കിടക്കാൻ നേരത്ത് ഇത് കലക്കി കുടിക്കണം. ഇനി ഒരു നല്ല മരുന്നിൻ്റെ ഒരു ഹെർബൽ ടീയുടെ പോലത്തെയുള്ള റെസിപ്പിയായിട്ട് വരുന്നത് വരെ ബൈ. ഈ ഹെർബൽ ടീ എല്ലാവരും ഉണ്ടാക്കി കുടിച്ചു നോക്കണം. വളരെ എഫക്റ്റുള്ള ഹെർബൽ ടീ ആണത്. നല്ല കരിപ്പട്ടിയൊക്കെ ഇടുന്നതുകൊണ്ട് നല്ല നേരിയ മധുരമൊക്കെ കാണും. ഇത് ചെയ്തു നോക്കി നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.